ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു സ്കിൻ ക്ലിനിക്കിൽ പോവുക. അതായത് ഇറ്റ് ഈസ് ലൈക്ക് എ മൾട്ടി സ്പെഷ്യാലിറ്റി എസ്തെറ്റിക് വെൽനസ് സെൻ്റർ ആണ് അടൂർ. ദെയർ യു വിൽ ബി ഗെറ്റിംഗ് എവറി ട്രീറ്റ്മെൻറ്റ്സ്. ഭയങ്കര ഫേമസ് ആയിട്ട് ഉള്ള കൊറിയൻ സ്പാ ഒക്കെ ഉള്ള ഒരു സലോൺ അല്ല, ആക്ച്വലി ഇറ്റ് ഈസ് എ വെൽനസ് സെൻ്റർ. അപ്പം ഐ ഗോട്ട് എ പ്രൊമോഷൻ. ഞാൻ അവിടെ ഒരു പ്രൊമോഷൻ ചെയ്യാൻ പോവാണ്. ബട്ട് ആക്ച്വലി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിലവിൽ വേണ്ട ഒരു പ്രൊസീജിയേഴ്സാണിപ്പോൾ. സോ ലെറ്റ് സി, നമുക്ക് അവിടെ പോയിട്ട് അവരുടെ പ്രൊസീജിയേഴ്സ് എന്താ നോക്കാം. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള, നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദെർ വാസ് നോ പ്രോപ്പർ കൺസൾട്ടേഷൻ. അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് പാർലറിൽ പോകുന്നു, നമ്മുടെ സ്കിൻ ടൈപ്പ് പോലും അറിയാതെ ക്ലീനപ്പ് ചെയ്യുന്നു, ഫേഷ്യൽ ചെയ്യുന്നു, ആൻഡ് ഇറ്റ് ആക്ച്വലി ഡാമേജസ് അവർ സ്കിൻ കംപ്ലീറ്റ്ലി. പക്ഷേ ഇപ്പം നമ്മുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുറേ എന്താ പറയുന്നത്, ഡോക്ടേഴ്സ് ഉണ്ട്, ഡെർമറ്റോളജിസ്റ്റ്. സോ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ, എൻ്റെ ഒരു സ്കിൻ കെയർ ജേർണിയിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ബിഗിനിങ്ങിൽ ക്ലീനപ്പ് ചെയ്യുമായിരുന്നു, ഫേഷ്യൽ ചെയ്യുമായിരുന്നു ഒക്കേഷണലി. പക്ഷെ അതൊക്കെ എൻ്റെ സ്കിന്നിൻ്റെ ഒരു ബാരിയർ ഡാമേജ് കംപ്ലീറ്റ്ലി ഡാമേജാണ് ചെയ്തത്. സോ വാട്ട് ഐ ഹാവ് ഡൺ ഇസ് ഐ ആക്ച്വലി കൺസൾട്ടഡ് എ പ്രോപ്പർ ഡെർമറ്റോളജിസ്റ്റ്. ഞാനൊരു പ്രോപ്പർ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. പിന്നെ ഞാൻ കറക്റ്റായിട്ട് അവർ പറയുന്ന പോലെ ഫോളോ അപ്പ് ചെയ്തു, മെഡിസിൻസ് കഴിച്ചു, ക്രീം അപ്ലൈ ചെയ്തു, നൈറ്റ് ക്രീംസ് ഉണ്ട്, മോർണിംഗ് ടാബ്ലറ്റ്സ് ഉണ്ട്, അങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് എൻ്റെ സ്കിൻ നല്ല ബെറ്ററായി. പിന്നെ ഞാൻ കോസ്മെറ്റോളജിസ്റ്റിനെയാണ് കാണുന്നത്. അപ്പം ഇതേമാതിരി നമ്മുടെ സ്കിന്നിലുള്ള എനിത്തിങ്, പിഗ്മെൻറ്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ആക്നെ വന്ന മാർക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ യു ക്യാൻ കൺസൾട്ട് എ കോസ്മെറ്റോളജിസ്റ്റ്, എസ്പെഷ്യലി ലൈക്ക് ദിസ് ക്ലിനിക്. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് അടൂരുള്ള ആകൃതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലാണ്. സോ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം. ഓക്കെ. ഹലോ, ഞാനിപ്പം ആകൃതി വെൽനസ് സെൻറ്ററിലാണ്. അപ്പം ഇതെനിക്കൊരു പ്രൊമോഷൻ വീഡിയോ ആക്ച്വലി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടുത്തെ എല്ലാ സർവീസസും ഉണ്ട് ഇവിടെ. സ്കിന്നിന്, ഹെയറിന് ഒരുപാട് ഡോക്ടേഴ്സും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്കിവിടെ വന്ന് കൺസൾട്ട് ചെയ്യാം. ആൻഡ് വൺ മോർ തിങ്, ഞാൻ ഇതിൻ്റെ റിവ്യൂ കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. ലേസർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്. പത്തനംതിട്ടയിൽ തന്നെ ആകെയുള്ള ഒരു കൊറിയൻ സ്പാ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആകൃതിയിലാണ്. സോ നമുക്കതും കാണാം. ആൻഡ് ഐ വിൽ ഷോ യു ദ ബാക്ക്ഗ്രൗണ്ട്. ഇറ്റ്സ് സോ എസ്തെറ്റിക്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഭയങ്കര രസമാണ് ഇവിടെ കാണാനായിട്ട്. കയറി വരുന്ന എൻട്രൻസ് തന്നെ നോക്കൂ, സോ ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ, ദിസ് ഈസ് ദ എൻട്രൻസ്. അപ്പം ഞാൻ ഫസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. എൻ്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് കയ്യിലെയും അണ്ടർ ആം ഹെയറും ആയിരുന്നു. ആസ് ഐ എം വെയറിങ് സ്ലീവ്ലെസ്, എൻ്റെ മെയിൻ കൺസേണും അതായിരുന്നു. അപ്പം ഡോക്ടർ എന്നോട് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ആൻഡ് ഐ ഡിഡ് ഫോർ മൈ ഹാൻഡ് ആൻഡ് അണ്ടർ ആം. ഇതൊട്ടും പെയിൻ ഉണ്ടാകുന്ന ഒരു പ്രൊസീജിയറേ അല്ല, കംപ്ലീറ്റ്ലി പെയിൻലെസ് പ്രൊസീജിയറാണ്. ഹലോ, അപ്പോൾ എൻ്റെ ലേസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ആക്ച്വലി നല്ലതായിരുന്നു. അണ്ടർ ആംസും ലേസറുമാണ് ഞാൻ ചെയ്തത്. അപ്പോഴത്തെ എൻ്റെ ലേസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഞാൻ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഗ്ലൂട്ടാത്തയോൺ ചെയ്യാനായിട്ടാണ്. സോ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ. At Akriti Multi-Speciality Aesthetic and Wellness Center, I experienced a perfect balance of professionalism and personal care. The treatments are backed by science, delivered with precision, and done in such a calming, luxurious environment. I feel more confident and rejuvenated than ever. And Akriti, it's not just a clinic, it's an experience. നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു എസ്തെറ്റിക് ആ ഒരു കാംനെസ് കാണുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര അടിപൊളി. കിട്ടിയ സമയത്ത് ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ ബ്രേക്ക് സ്കൂളിലാണ് പോയത്. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു. മൈ ഫുഡ് ഈസ് ഓൺ ദി വേ. മൈ മന്തി ഈസ് ഓൺ ദി വേ ഗൈസ്.
കഴിച്ചിട്ട് എന്നിട്ട് പൊടി കൊള്ളാം. ഭയങ്കര എരിവാ ഗൈസ്, മൂക്കിന്ന് കണ്ണിന്ന് എല്ലാം വെള്ളം വരുന്നുണ്ട്. ഞാൻ എന്താ കഴിച്ച പെരി 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 അൽഫാം, നല്ല എരിവ്, നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു. മൾട്ടി സ്പെഷ്യാലിറ്റി എസ്തെറ്റിക് വെൽനസ് സെന്റർ. അപ്പൊ അടൂരുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും കൈൻഡ് ഓഫ് സ്കിൻ ട്രീറ്റ്മെന്റ്സോ ഹെയർ ട്രീറ്റ്മെന്റ്സോ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ കം ഹിയർ. ആക്ച്വലി ഭയങ്കര രസമാണ്. അതിന്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര എസ്തെറ്റിക്, നമുക്ക് ഭയങ്കര കാം ഫീൽ. അപ്പൊ നമുക്ക് അകത്തോട്ട് വരണം. അല്ലേ, ഇതാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് എൻട്രൻസ് എന്ന് പറയുന്നത്. ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു എസ്തെറ്റിക് ഫീൽ കിട്ടും, ഭയങ്കര കാമായിട്ട്. ദിസ് ഈസ് എ ക്ലിനിക്. So let's go for next session, that is glutathione. 100 ml നിന്ന് നമ്മുടെ ഗ്ലൂട്ടത്തയോൺ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ ഇതാണോ ഇഞ്ചെക്ട് ചെയ്യുന്നത്? അതെ, ഫസ്റ്റ് നോർമൽ സെല്ലിൽ നമ്മൾ എടുത്തിട്ടാണ് ഇഞ്ചെക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഫസ്റ്റ് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ ഫുള്ള് കൊടുക്കത്തുള്ളൂ. ടെസ്റ്റോ എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ. സോ നമ്മൾ ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് അവരൊരു പാച്ച് ടെസ്റ്റ് നടത്തും. അതായത് നമ്മൾ എന്തിൻ്റെലും റിയാക്റ്റൻ്റ് ആണോ, നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് നോക്കും. അലർജി ടെസ്റ്റ് ആണ്. ആ ഗ്ലൂട്ടത്തയോൺ ആണ് നമ്മൾ അലർജി ടെസ്റ്റ് ആയിട്ട് തരുന്നത്. ഓക്കെ, ഇത് സ്കിൻ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. സ്കിൻ ടെസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും ചെറിയൊരു അരപ്പ് കാണും, സ്കിന്നിന് പുറത്തെടുക്കുമായതുകൊണ്ട്. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് അല്ല കൊടുക്കുന്നത്, ഇത് സ്കിന്നിന്റെ ആ തൊലിയുടെ ഭാഗത്തായിട്ട് മാത്രമാണ്. അതുകൊണ്ടാണ് അതിന് അത്ര അരപ്പ് വരുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുകയാണ്. പയ്യെ വലിക്കല്ലേ, സോറി വലിക്കല്ലേ. ഓക്കെ അല്ലേ, ചെറിയൊരു അരപ്പ് കാണുവേ. കഴിഞ്ഞു. അമല, അമലയാണ് എൻ്റെ ലേസർ ഒക്കെ ചെയ്തത്. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് റാണി. ഓക്കെ. അപ്പോൾ ചേച്ചി ഗ്ലൂട്ടാത്തയോണിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്തു. അപ്പോൾ എന്നോട് ഞാൻ ചോദിക്കായിരുന്നു ഇനിയും കുത്തേണ്ടി വരുമോ. ഞാൻ വിചാരിച്ചു അതോടുകൂടി കഴിഞ്ഞു എന്ന്. പക്ഷേ ഇനിയാണ് പ്രോസസ്സ് എന്ന് എനിക്കറിയില്ലായിരുന്നു. ആക്ച്വലി ഇങ്ങനെ ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് കുറേ നാളായതുകൊണ്ട് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റാഫ് എല്ലാം കൂടെ എന്നോടിങ്ങനെ പറയുമായിരുന്നു ഇനി ലൈഫിൽ എന്തൊക്കെ വേദന സഹിക്കാനായിട്ടുണ്ട് ആസ് എ വുമൻ യു നോ. അപ്പം ഞാൻ പറയാം അത് പിന്നുള്ള കാര്യമില്ലേ, ഈ ഒരു മൊമെൻ്റ് എങ്ങനെ കടന്നു പോകും എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരെന്നെ കാമാക്കാൻ മാക്സിമം ശ്രമിക്കുമായിരുന്നു. എനിക്ക് ആക്ച്വലി പണ്ടൊന്നും ഇത്രയും പേടിയില്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പം ചെറിയ കാര്യമൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ അവർ ഭയങ്കര, ചേച്ചി റാണി എന്ന് പറഞ്ഞ ചേച്ചി ഭയങ്കര സ്വീറ്റായിരുന്നു. ചെയ്യുന്നതിന് മുമ്പാണേലും വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കര കംഫർട്ടബിളാക്കി. ഈ പ്രൊസീജിയർ പെയിൻ ഫ്രീ ആണ്. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാൻ എന്നെപ്പോലെ ഇച്ചിരി അധികം പേടിയുള്ളവർക്ക് ഉള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അതർവൈസ് ഞാൻ അറിഞ്ഞുപോലും ഇല്ല വേറെ കാര്യങ്ങളൊന്നും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഓക്കെ. എല്ലാവർക്കും ഓരോരോ പേടിയില്ലേ. എനിക്ക് ഇഞ്ചക്ഷൻ പണ്ടോട്ടേ പേടിയാണ്. പക്ഷെ ആ ചേച്ചി ചെയ്തത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പുള്ളിക്കാരി സംസാരിച്ചുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ എടുത്തു. അതെല്ലാം കഴിഞ്ഞു. ആ ഒരു സ്റ്റാർട്ടിങ് പേടി, ദാറ്റ്സ് ഓൾ. ടെസ്റ്റ് തന്നു, കുഴപ്പമൊന്നുമില്ല, അലർജി ഒന്നും റിയാക്ഷൻ കണ്ടില്ല. ഇനിയാണോ പ്രൊസീജിയർ? അതെ, ഇനിയാണ് ഗ്ലൂട്ടത്തയോൺ ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യുവാണ്. സോ പലർക്കും അറിയില്ല ഗ്ലൂട്ടാത്തയോൺ എന്തിനാണ് എടുക്കുന്നത്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് എന്നൊന്നും. സോ ഒരു ഇൻഫോർമേഷന് വേണ്ടിയിട്ട് ഐ ജസ്റ്റ് ആസ്ക്ഡ് ഹർ ഗ്ലൂട്ടാത്തയോണിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന്. സോ നമുക്ക് നോക്കാം. ഫാറ്റി ലിവർ ഇല്ലേ, ഫാറ്റി ലിവറിനൊക്കെ ഒരു നല്ലതാണ്. അതുപോലെ നമ്മൾ ഇന്റേണലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അടുത്ത എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്ലൂട്ട കുറേയൊക്കെ അങ്ങോട്ട് പോകും.
അതിനുശേഷം ബാക്കിയുള്ളതാണ് നമ്മുടെ ഫേസിലും കാര്യങ്ങളും ഗ്ലോ ഒക്കെ ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രേഷൻ ഫീൽ ചെയ്യും, അതൊക്കെയാണ് നല്ലത്. ഫേസിൽ നല്ല ഫേസ് വ്യത്യാസം വരും, ഒരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ മുഖത്തുണ്ടാകും. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ദ സർവീസ് അടിപൊളിയാണ്. ആ 2 ചേച്ചിമാരാണെങ്കിലും എന്നെ ഭയങ്കര കാമാക്കി. അതായത് ഈ പ്രൊസീജിയർ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അപ്പം അതിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നു. ഓക്കെ, സോ പ്രൊസീജിയേഴ്സ് ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് മന്ത് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ലേസർ ആൻഡ് ഗ്ലൂട്ടാത്തയോൺ ചെയ്തു. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് പ്ലേസ് ടു വിസിറ്റ്, മസ്റ്റ് വിസിറ്റ് പ്ലേസ്. യു ക്യാൻ വിസിറ്റ് ഹിയർ. ഇറ്റ് ഈസ് ആകൃതി വെൽനസ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ആകൃതിയിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ വീട്ടിൽ പോവാം. സോ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. നല്ല രസമായിരുന്നു ആക്ച്വലി. ഇതാണ് ആകൃതി മൾട്ടി സ്പെഷ്യാലിറ്റി കോസ്മെറ്റിക് ക്ലിനിക്. സോ എൻ്റെ ഈ മാസത്തെ കഴിഞ്ഞ് എനിക്ക് അടുത്ത മാസം വന്നിട്ട് ഇതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യണം. So if you like my video, please do like, share and subscribe.